ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസോണർ ഓഫ് എ ബിൽ അഥവാ ബിൽ നിരാകരിക്കൽ എന്താണെന്ന് നോക്കാം. ബിൽ നിരാകരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബില്ലിന്റെ കാലാവധി പൂർത്തിയാക്കുന്ന ദിവസം പണം നൽകുന്നതിൽ ഡ്രോയി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് നോൺ പേയ്മെന്റ് കൊണ്ടോ നോൺ അക്സെപ്റ്റൻസ് കൊണ്ടോ ബിൽ ഡിസോണർ ആകാം. ബില്ല് ഡ്രോ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താ? നിശ്ചിത കാലാവധി കഴിയുമ്പോഴേക്കും പേയ്മെന്റ് റിസീവ് ചെയ്യുക എന്നതാണല്ലോ. ബില്ലിലെ എമൗണ്ട് ഡ്രോയി കൃത്യമായി പേയ്മെന്റ് നടത്തിയാൽ ആ ബിൽ ഹോണറായി എന്ന് പറയാം. ഹോണർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനം എന്നല്ലേ. അതായത് ഡ്രോയി ആ ബില്ലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ബില്ലിന്റെ തുക നൽകി. അപ്പോൾ ഡിസോണർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബില്ലിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അതായത് ക്യാഷ് കൊടുക്കുന്നില്ല. ബില്ലിനെ റെസ്പെക്ട് ചെയ്യുമായിരുന്നെങ്കിൽ ക്യാഷ് കൊടുത്തേനെ. അതുകൊണ്ടാണ് ബില്ലിലെ തുക മച്യൂരിറ്റി ഡേറ്റിൽ നൽകാൻ പരാജയപ്പെട്ടാൽ അതിനെ ഡിസോണർ ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബിൽ ഡിസോണർ ആകുന്ന കേസസ് എന്ന് പറയുന്നത്: ഫസ്റ്റ്, ബില്ലിലെ പേയ്മെന്റ് നൽകാതിരുന്നാൽ; സെക്കൻഡ്, ബില്ല് റിന്യൂ ചെയ്താൽ അല്ലെങ്കിൽ പുതുക്കിയെന്നാൽ. റിന്യൂവൽ ഓഫ് ബിൽ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തേർഡ്, ഡ്രോയി ഇൻസോൾവെന്റ് അല്ലെങ്കിൽ പാപ്പരായെന്നാൽ. ഫോർത്ത്, ബില്ലിന്റെ പേയ്മെന്റ് ഭാഗികമായി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ. ഫിഫ്ത്ത്, ബിൽ പേയ്മെന്റ് ഡ്യൂ ഡേറ്റിലോ അതിനു മുൻപോ നൽകാതിരുന്നാൽ. സിക്സ്ത്, ഡ്രോയി പേയ്മെന്റ് നൽകാൻ വിസമ്മതിച്ചാൽ. ഈ സാഹചര്യങ്ങളിലെല്ലാം ബിൽ ഡിസോണർ ആകുന്നതായി പരിഗണിക്കും. ബിൽ ഡിസോണർ ആയാൽ അത് ഡ്രോയറിനെയും ഡ്രോയിയെയും ബാധിക്കും. അതിനാൽ രണ്ടുപേരുടെയും ബുക്കിൽ എൻട്രി വരും. ഈ സിറ്റുവേഷനിൽ അക്സെപ്റ്ററിന്റെ ലയബിലിറ്റി പുനഃസ്ഥാപിക്കപ്പെടുകയും ബില്ല് റദ്ദാവുകയും ചെയ്യും. ഇതിനായി ബിൽ സ്വീകരിച്ച സമയത്തുള്ള എൻട്രികൾ നേർവിപരീതമായി രേഖപ്പെടുത്തണം. ഇങ്ങനെ നിരാകരിക്കപ്പെടുന്ന ബില്ലുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ സാധാരണയായി ബില്ലുകൾ നോട്ടറി പബ്ലിക്കിന് മുന്നിൽ നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി നോട്ടിംഗ് ഓഫ് ബിൽ എന്താണെന്ന് നോക്കാം. ബില്ല് ഡിസോണർ ആയാൽ ഡ്രോയർക്ക് കോടതിയെ സമീപിച്ച് ഡ്രോയിക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ ഡ്രോയി ചിലപ്പോൾ ഇങ്ങനെ വാദിക്കാം: അതായത് ബില്ല് തനിക്ക് പ്രസന്റ് ചെയ്യാത്തത് കൊണ്ടാണ് പേയ്മെന്റ് നടത്താത്തതെന്ന്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡ്രോയർ കോടതി മുമ്പാകെ ഡോക്യുമെന്ററി എവിഡൻസ് കൊടുക്കേണ്ടി വരും. കോടതിക്ക് എപ്പോഴും എവിഡൻസ് ആണല്ലോ വേണ്ടത്. താൻ ബില്ല് ആക്ച്വലായി പ്രസന്റ് ചെയ്തു എന്നും ഡ്രോയി പേയ്മെന്റ് നൽകാൻ വിസമ്മതിച്ചു എന്നും. അപ്പോൾ ഡ്രോയർ ഇനി എന്ത് ചെയ്യണം? ഡോക്യുമെന്ററി എവിഡൻസ് സംഘടിപ്പിക്കണം. ഇതിനായി ഡ്രോയർ ഒരു ലോയറിനെ അപ്രോച്ച് ചെയ്യുന്നു. ലോയർ ആരാ? വക്കീല്. അപ്പൊ ഈ ലോയറെ അപ്രോച്ച് ചെയ്ത് ഇദ്ദേഹം ബില്ല് ഡിസോണർ ആയ കാര്യം പറയുന്നു. ലോയർ ഈ ബില്ല് വാങ്ങിയ ശേഷം ഡ്രോയിക്ക് കൊടുക്കുകയും പേയ്മെന്റ് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഡ്രോയി പേയ്മെന്റ് നടത്തിയില്ല എങ്കിൽ ലോയർ ഡ്രോയിയുടെ സ്റ്റേറ്റ്മെന്റ് നോട്ട് ചെയ്യുകയും അതിൽ ഡ്രോയിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും ചെയ്യും. വക്കീല് അതിൽ സ്റ്റാമ്പ് പതിപ്പിച്ച് അയാളുടെ ഒപ്പുമിടും. ഇത്തരത്തിൽ വക്കീൽ നോട്ട് ചെയ്ത ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസോണേർഡ് ബില്ലിന്റെ ഡോക്യുമെന്ററി എവിഡൻസ്. ലോയർ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് എഴുതി തയ്യാറാക്കുന്നതിനെയാണ് നോട്ടിംഗ് ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. ഈ വർക്ക് പെർഫോം ചെയ്യുന്ന ലോയറെ നോട്ടറി പബ്ലിക് എന്നാണ് പറയുന്നത്. വക്കീൽ ഈ സേവനം ചെയ്തു തരുന്നതിന് തീർച്ചയായും റെമ്യൂണറേഷൻ ആവശ്യപ്പെടും. ഈ റെമ്യൂണറേഷന് നോട്ടിംഗ് ചാർജ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ നോട്ടിംഗ് ചാർജിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൂടി നോക്കാം. ഫസ്റ്റ്, ഈ നോട്ടിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിൽ ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അയാളിൽ നിന്നാണ്. അതായത് ഡ്രോയർ ആണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡ്രോയറിൽ നിന്നായിരിക്കും ആ നോട്ടിംഗ് പ്രോസസ് സ്റ്റാർട്ട്
ചെയ്യുന്നത്. ഇനി ആ ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ഇപ്പം ആരുടെ കൈവശമാണ്? ബാങ്കിന്റെ കൈവശമല്ലേ? അപ്പോൾ ബാങ്കിൽ നിന്നായിരിക്കും ആ നോട്ടിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബില്ല് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ല് ഇപ്പോൾ ആരുടെ കൈവശമായിരിക്കും? എൻഡോഴ്സിയുടെ കൈവശമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻഡോഴ്സിൽ നിന്നായിരിക്കും ആ നോട്ടിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? സെക്കൻഡ് ഫീച്ചർ, ബിൽ കൈവശം വെച്ചിരിക്കുന്ന ആൾ നോട്ടിംഗ് ചാർജ് ക്യാഷ് ആയി വേണം നോട്ടറി പബ്ലിക്കിന് നൽകാൻ. തേർഡ്, നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് ഡ്രോയറെ സംബന്ധിച്ച് ഗെയിനും അല്ല ലോസും അല്ല. കാരണം ഡ്രോയർ നോട്ടിംഗ് ചാർജ് കൊടുത്താലും ആ എമൗണ്ട് ഡ്രോയിയുടെ കയ്യിൽ നിന്നും ഈടാക്കും. അതിനാൽ നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് ഡ്രോയറിന്റെ ബുക്കിൽ ഡെബിറ്റും ചെയ്യണ്ട, ക്രെഡിറ്റും ചെയ്യണ്ട. എന്നാൽ ഡ്രോയിയെ സംബന്ധിച്ച് നോട്ടിംഗ് ചാർജ് എന്നത് ഒരു ലോസ് ആണ്. അതുകൊണ്ട് ഡ്രോയിയുടെ ബുക്കിൽ ആ നോട്ടിംഗ് ചാർജ് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസസും ലോസസും എല്ലാം ഡെബിറ്റ് അല്ല ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഡ്രോയിയുടെ ബുക്കിൽ ഈ നോട്ടിംഗ് ചാർജ് ഡെബിറ്റ് ചെയ്യണം. ഇനി ഡിസ്കൗണ്ടഡ് ബില്ലാണെങ്കിൽ നോട്ടിംഗ് ചാർജ് ബാങ്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബാങ്ക് ആ എമൗണ്ട് ഡ്രോയറുടെ കയ്യിൽ നിന്നും ഈടാക്കും. അപ്പം ഡ്രോയർ എന്ത് ചെയ്യും? ഡ്രോയർ അത് ഡ്രോയിയുടെ കയ്യിൽ നിന്നും ഈടാക്കും. അങ്ങനെയാണ് പ്രോസസ്സ് പോകുന്നത്. മനസ്സിലായില്ലേ? അതായത് ഡിസ്കൗണ്ടഡ് ബില്ലാണെങ്കിൽ നോട്ടിംഗ് ചാർജ് ബാങ്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബാങ്ക് അത് ഡ്രോയറുടെ കയ്യിൽ നിന്ന്, അതായത് ബാങ്കിന് ഡ്രോയറുമായിട്ടല്ലേ റിലേഷൻ ഉള്ളൂ. ബാങ്ക് ഡ്രോയി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് ഡ്രോയറുടെ കയ്യിൽ നിന്നും ഈടാക്കും. ഡ്രോയർ അത് ഡ്രോയിയുടെ കയ്യിൽ നിന്നും ഈടാക്കും. ക്ലിയർ? ഇനി എൻഡോഴ്സ്ഡ് ബില്ലാണെങ്കിൽ നോട്ടിംഗ് ചാർജ് എൻഡോഴ്സി ആയിരിക്കും നൽകിയിരിക്കുന്നത്. അപ്പൊ എൻഡോഴ്സി ആണല്ലോ ബില്ല് നോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ എൻഡോഴ്സി ആയിരിക്കും ഈ നോട്ടിംഗ് ചാർജ് കൊടുത്തിരിക്കുന്നത്. എൻഡോഴ്സി അത് ഡ്രോയറിൽ നിന്നും ഈടാക്കും. എൻഡോഴ്സി എന്ത് ചെയ്യും? എൻഡോഴ്സർ അല്ലെങ്കിൽ ഡ്രോയറുടെ കയ്യിൽ നിന്നും ആ തുക വാങ്ങിച്ചെടുക്കും. ഡ്രോയർ അത് ഡ്രോയിൽ നിന്നും ഈടാക്കും. ഡ്രോയർ ആണ് പിന്നീട് ഡ്രോയിയുടെ കയ്യിൽ നിന്നും അത് ഈടാക്കും. ഇനി നമുക്ക് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പഠിക്കാം. പാഠപുസ്തകത്തിലേക്ക് നോക്കാം. എ ബിൽ ഈസ് സെഡ് ടു ഹാവ് ബീൻ ഡിസോണേഡ് വെൻ ദ ഡ്രോയി ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെന്റ് ഓൺ ദി ഡേറ്റ് ഓഫ് മച്യൂരിറ്റി. അതായത് ബില്ല് ഡിസോണർ ആകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബില്ലിന്റെ കാലാവധി പൂർത്തിയാക്കുന്ന ദിവസം പണം നൽകുന്നതിൽ ഡ്രോയി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇൻ ദിസ് സിറ്റുവേഷൻ ലയബിലിറ്റി ഓഫ് ദി അക്സെപ്റ്റർ ഈസ് റീസ്റ്റോർഡ്. നേരത്തെ പറഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൽ ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത പുനഃസ്ഥാപിക്കപ്പെടുകയും ആ ബില്ല് റദ്ദാവുകയും ചെയ്യും. Therefore, the entries made on the receipt of the bill should be reversed. അപ്പം അതുകൊണ്ട് ബില്ല് സ്വീകരിച്ച സമയത്തുള്ള ജേർണൽ എൻട്രികൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സാമ്പിൾ: അഞ്ജു റിസീവ്ഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂലി അക്സെപ്റ്റഡ് ബൈ മഞ്ജു. മഞ്ജു സ്വീകരിച്ച് നൽകിയ ഒരു ബില്ല് അഞ്ജുവിൻ്റെ കൈവശം ഉണ്ട്. വിച്ച് വാസ് ഡിസോണേഡ്. അത് എന്ത് ചെയ്തു? നിരാകരിക്കപ്പെട്ടു. ദ എൻട്രീസ് ഓഫ് ഡിസോണർ വിൽ ബി ആസ് ഫോളോസ് ഇൻ ദ ബുക്ക് ഓഫ് അഞ്ജു. ഇങ്ങനെ ഡിസോണർ ആയ സാഹചര്യത്തിൽ അഞ്ജുവിൻ്റെ ബുക്കിൽ, അതായത് ബില്ല് റിസീവ് ചെയ്തിരിക്കുന്ന, അക്സെപ്റ്റ് ചെയ്ത് റിസീവ് ചെയ്ത ആളുടെ അല്ലെങ്കിൽ ബില്ല് ഡ്രോ ചെയ്ത ആളുടെ എന്നല്ല, മെയിനായിട്ട് റിസീവ് ചെയ്ത ആളുടെ ബുക്കിലെ എൻട്രികൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ്, വെൻ ദ ബിൽ വാസ് കെപ്റ്റ് ബൈ അഞ്ജു വിത്ത് ഹെർ ടിൽ മാച്യൂരിറ്റി. അതായത് കാലാവധി ദിവസം വരെ അഞ്ജു ബിൽ കൈവശം വെച്ചിരുന്നാൽ, അതായത് മച്യൂരിറ്റി ഡേറ്റ് വരെ അഞ്ജു ആ ബില്ല് കീപ്പ് ചെയ്ത് നേരിട്ട് ഡ്രോയിയുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബില്ല് ഡിസോണർ ആകുന്നു. എങ്ങനെ ഈ അഞ്ജുവിൻ്റെ ബുക്കിൽ ജേർണൽ എൻട്രി എഴുതാമെന്നാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ബില്ല് ഡിസോണർ ആകുമ്പോൾ ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ ലയബിലിറ്റി റീസ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടുമെന്നല്ലേ. അപ്പോൾ നമ്മൾ ബില്ല് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒരു എൻട്രി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് ഇവിടെ കൊടുക്കേണ്ടത്.
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ ഞാൻ എൻട്രീസ് മെയ്ഡ് ഓൺ റിസീപ്റ്റ് ഓഫ് ദി ബില്ലാണ് ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ബില്ല് റിസീവ് ചെയ്തപ്പോൾ ഇവിടെ അഞ്ജു ബില്ല് റിസീവ് ചെയ്തപ്പോൾ അവളുടെ ബുക്കിലൊരു എൻട്രി എഴുതിയിട്ടുണ്ട്. എന്തെന്നാണ് എഴുതിയിരിക്കുന്നത്? അതായത് അഞ്ജുവിനെ സംബന്ധിച്ച് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് വന്നു. അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ മഞ്ജു അക്കൗണ്ട്. അപ്പോൾ ഈ മഞ്ജു ആണല്ലോ സൺട്രി ഡെറ്റർ, പൈസ തരാനുണ്ടായിരുന്ന ആള്. അപ്പോൾ അവള് ബില്ല് റിസീവബിൾ എന്ന അസറ്റ് തന്നപ്പോൾ നമ്മൾ സൺട്രി ഡെറ്റർ എന്നുള്ളത് മാറ്റി. സൺട്രി ഡെറ്റർ ആയിട്ട് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കടത്തൽ സാധനങ്ങൾ വിറ്റപ്പോൾ. അപ്പോൾ പിന്നെ ഇനി ബില്ല് തന്നല്ലോ, അതുകൊണ്ട് മഞ്ജു അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ആ ബില്ല് ഡിസോണർ ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഈ ബില്ല് കൊണ്ട് അർത്ഥമില്ലല്ലോ. ആ ബില്ല് നിരാകരിക്കപ്പെട്ടു. അതായത് എന്ത് ചെയ്തില്ല? മഞ്ജു ഡ്യൂ ഡേറ്റിൽ പണം തന്നില്ല. അപ്പം നമ്മൾ ഈ ബില്ല് കിട്ടിയപ്പോൾ എഴുതിയത് നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. കാരണം ഇത് ക്യാൻസലാക്കി കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മഞ്ജു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതായത് ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആൾ മഞ്ജു അല്ലായിരുന്നോ? മഞ്ജുവിൻ്റെ ലയബിലിറ്റി വീണ്ടും റീസ്റ്റോർ ചെയ്യുകയാണ്. മഞ്ജുവിനെ നമ്മൾ എന്തായിട്ട് എഴുതുന്നു? നമ്മുടെ ബുക്കിൽ സൺട്രി ഡെറ്റർ ആയിട്ട്, അതായത് അവൾ പൈസ തരാനുള്ളതായിട്ട് വീണ്ടും രേഖപ്പെടുത്തുന്നു. അപ്പം മഞ്ജു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതായത് മഞ്ജു എന്ന് പറയുന്ന സൺട്രി ഡെറ്റർ ആണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ബുക്കിൽ സൺട്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇല്ല, അത് ക്യാൻസലായി പോകുന്നു. കാരണം ക്യാഷ് തന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളിനി അത് അവിടെ ക്ലോസ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് ബിൽസ് റിസീവബിളിനെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ കിട്ടിയപ്പം ബിൽസ് റിസീവബിളിനെ ഡെബിറ്റ് ചെയ്യല്ലേ ചെയ്തത്. അപ്പം അത് ബില്ല് ഡിസോണർ ആയപ്പോൾ ഈ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കൊടുത്ത് അതിനെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ എഴുതിയ എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് എൻട്രി എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് വെൻ ദ ബിൽ ഹാഡ് ബീൻ എൻഡോസ്ഡ് ബൈ അഞ്ജു ഇൻ ഫേവർ ഓഫ് സന്ധ്യ. അതായത് ബില്ല് അഞ്ജു എന്ത് ചെയ്തു? സന്ധ്യയ്ക്ക് എൻഡോഴ്സ് ചെയ്തു. അതായത് അഞ്ജു പണം കൊടുക്കാനുണ്ടായിരുന്ന ആളായിരുന്നു സന്ധ്യ. അഞ്ജുവിൻ്റെ ക്രെഡിറ്റർ ആയിരുന്നു സന്ധ്യ. അപ്പോൾ സന്ധ്യയ്ക്ക് ഈ ബില്ല് എൻഡോഴ്സ് ചെയ്തു. അങ്ങനെ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് അഞ്ജു എഴുതി വെച്ചിരിക്കുന്ന എൻട്രി നോക്കിക്കേ? സന്ധ്യ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നല്ലേ. അതായത് സന്ധ്യ എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റർ ആണ്. ബില്ല് അവൾക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും ആ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് സന്ധ്യ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ആരുടെ കയ്യിലേക്ക് പോയി? സന്ധ്യയുടെ കയ്യിലേക്ക് പോയി. അപ്പം അഞ്ജുവിൻ്റെ ബുക്കിൽ ആ അസറ്റ് പോയതുകൊണ്ട് ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്. ഇനി ആ ബില്ല് ഡിസോണർ ആയിപ്പോയി. കാരണം മഞ്ജു പൈസ തന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ മഞ്ജു അക്കൗണ്ട്, അതായത് മഞ്ജു അല്ലേ ബില്ല് അക്സെപ്റ്റ് ചെയ്തിരുന്നേ, മഞ്ജുവിൻ്റെ ലയബിലിറ്റി അവിടെ റീസ്റ്റോർ ചെയ്യുന്നു. അതായത് സൺട്രി ഡെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ മഞ്ജുവിനെ എന്ത് ചെയ്യുന്നു? അവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ സന്ധ്യയ്ക്ക് എല്ലാവരും എൻഡോഴ്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ സന്ധ്യയുടെ ലയബിലിറ്റി നമ്മൾ ബില്ല് കൊടുത്തപ്പോൾ ഇവിടെ കുറഞ്ഞതായതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ആ ലയബിലിറ്റി വീണ്ടും വരികയല്ലേ, കാരണം ബില്ല് ഡിസോണർ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ഈ സന്ധ്യ അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം ആ സന്ധ്യയ്ക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കേണ്ടത്, അതായത് സൺട്രി ക്രെഡിറ്റ് എന്ന് പറയുന്ന ബാധ്യത അവിടെ വീണ്ടും വന്നു. ക്ലിയർ? അതായത് ഈ സന്ധ്യ അക്കൗണ്ടിന് കൊടുത്ത ഡെബിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് കൊടുത്ത് അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ്, വെൻ ദ ബിൽ വാസ് ഡിസ്കൗണ്ടഡ് ബൈ അഞ്ജു വിത്ത് ഹിസ് ബാങ്ക്. ഈ ബില്ല് അഞ്ജു ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് മച്യൂരിറ്റി ഡേറ്റ് വരെ കാത്തില്ല, അതിന് മുൻപ് അഞ്ജു അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങിച്ചു. അപ്പം നോക്കിക്കേ, നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നു. പിന്നെ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ, അതായത് ഈ ബില്ല് ഹോൾഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ലോസ് ആയതുകൊണ്ട് ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഡ്രോയറുടെ കയ്യിൽ നിന്നും ബാങ്കിലേക്ക് പോയതുകൊണ്ട് നമ്മൾ അതിന് ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്ത് സംഭവിക്കും? ഈ ബില്ല് ഡിസോണർ ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ടിൽ അത്രയും തുക
വന്നതായിട്ട് ഇനി കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ബാങ്ക് അക്കൗണ്ടിനെ തിരിച്ചെന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് അല്ലേ ചെയ്തത്, അപ്പം അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പം മഞ്ജു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മഞ്ജു വീണ്ടും ആരായി മാറി? സൺഡ്രി ഡെറ്ററായി. അതുകൊണ്ട് മഞ്ജു അക്കൗണ്ടിന് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ്, വെൻ ദ ബിൽ വാസ് സെൻഡ് ഫോർ കളക്ഷൻ ബൈ അഞ്ജു. അടുത്തത് അഞ്ജു എന്ത് ചെയ്തു? ഈ ബില്ല് കളക്ഷന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് സെൻഡ് ചെയ്തു. അപ്പം അങ്ങനെ ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അഞ്ജു എന്ത് ചെയ്യും? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പം എങ്ങനെ എൻട്രി കൊടുക്കാറ്? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നല്ലേ. അപ്പം എന്ത് ചെയ്യണം? ആ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്തേക്കണം. ബില്ല് ഡിസോണർ ആയല്ലോ. അപ്പം ഇനി അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യണം. തിരിച്ചു മഞ്ജുവിനെ ആരാക്കി എടുക്കുന്നു? നമ്മൾ സൺഡ്രി ഡെറ്റർ ആയിട്ട് എഴുതുന്നു. അപ്പോൾ മഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് എന്ന് എൻട്രി കൊടുക്കുന്നു. ഇങ്ങനെയാണ് ബില്ല് റിസീവ് ചെയ്ത ആളുടെ ബുക്കിൽ എഴുതേണ്ടുന്ന എൻട്രികൾ. അതായത് ബില്ല് റിസീവ് ചെയ്ത ആൾ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് റിസീവ് ചെയ്തപ്പോൾ ഏത് എൻട്രിയാണോ കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ട്രീറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി ഡ്രോയിഡ് അല്ലെങ്കിൽ ഈ അക്സെപ്റ്ററുടെ ബുക്കിൽ അല്ലെങ്കിൽ ഡ്രോയിയുടെ ബുക്കിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അതായത് ഡ്രോയി ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തെന്നാണ് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ അഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേബിൾ അക്കൗണ്ട്. അതായത് ഈ മഞ്ജുവിനെ സംബന്ധിച്ച് അഞ്ജു എന്ന് പറഞ്ഞാൽ സൺഡ്രി ക്രെഡിറ്റർ ആണല്ലോ. അപ്പം നമ്മൾ ബിൽസ് പേബിൾ കൊടുക്കുമ്പോൾ സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റി കുറയുന്നു, പകരം ബിൽസ് പേബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ വരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? അഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേബിൾ അക്കൗണ്ട് എന്ന്. അപ്പോൾ ആ ബില്ല് ഡിസോണർ ആകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി കൊടുത്താൽ മതി. അതായത് ഇനി ആ ബിൽസ് പേബിൾ ഇല്ലല്ലോ. അപ്പോൾ അവിടെ ബിൽസ് പേബിൾ എന്ന് പറയുന്ന ആ ഒരു ലയബിലിറ്റി പോയിട്ട് വീണ്ടും അഞ്ജു അക്കൗണ്ട് സൺഡ്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റിയാണ് അവിടെ വരുന്നത്. അപ്പം ബിൽസ് പേബിൾ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് ഇവിടെ ക്രെഡിറ്റ് ആണ്, അതിന് ഡെബിറ്റ് കൊടുത്ത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതുപോലെ അഞ്ജു അക്കൗണ്ടിന് ഡെബിറ്റ് ആണ്, അത് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെറ്റർ ടു അഞ്ജു അക്കൗണ്ട് എന്ന് വരുമ്പോഴാണ് ഡ്രോയിയുടെ ബുക്കിൽ നമ്മൾ എൻട്രി എഴുതേണ്ടത്. ക്ലിയർ? ഇനി നോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി മാർക്ക് ചെയ്ത് വെക്കണം. ഇവിടെ നോട്ടിങ് ഒതൻറ്റിക്കേറ്റ്സ് ദ ഫാക്ട് ഓഫ് ഡിസോണർ. നിരാകരിക്കപ്പെട്ട ബില്ലുകളുടെ ആധികാരികത നോട്ടിങ് വഴി ഉറപ്പാക്കുന്നു. ഫോർ പ്രൊവൈഡിങ് ദിസ് സർവീസ് എ ഫീ ഈസ് ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക് വിച്ച് ഈസ് കോൾഡ് നോട്ടിങ് ചാർജ്. ഇത്തരത്തിൽ ഈ നോട്ടിങ് സേവനം ചെയ്യുമ്പോൾ നോട്ടറി പബ്ലിക് നോട്ടിങ് ചെലവുകൾ എന്നൊരു പ്രതിഫലം ഈടാക്കുന്നു. ഇനി ദ എൻട്രീസ് റെക്കോർഡഡ് ഫോർ നോട്ടിങ് ചാർജസ് ഇൻ ദ ഡ്രോയേഴ്സ് ബുക്ക് ആർ ആസ് ഫോളോസ്. അതായത് ഡ്രോയറുടെ ബുക്കിൽ നോട്ടിങ് ചെലവുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടുന്ന ജേർണൽ എൻട്രികൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഡ്രോയറുടെ ബുക്കിൽ ഫസ്റ്റ്, വെൻ ദ ഡ്രോയർ ഹിംസെൽഫ് പേസ്. അതായത് ഡ്രോയർ ആണ് നോട്ടിങ് ചാർജുകൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ കൊടുക്കേണ്ടുന്ന എൻട്രി, ഡ്രോയറുടെ ബുക്കിൽ കൊടുക്കേണ്ടുന്ന എൻട്രി ഡ്രോയീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി വെൻ എൻഡോഴ്സി പേസ്, അതായത് എൻഡോഴ്സി ആണ് നോട്ടിങ് ചെലവുകൾ കൊടുക്കുന്നതെങ്കിൽ ഡ്രോയീസ് അക്കൗണ്ട് ഡെറ്റർ ടു എൻഡോഴ്സി അക്കൗണ്ട് എന്ന് വേണം. തേർഡ്, വെൻ ദ ബാങ്ക് പേയ്സ് ഓൺ ഡിസ്കൗണ്ടഡ് ബിൽ. ഡിസ്കൗണ്ട് ചെയ്ത ബില്ലിന്മേൽ ബാങ്കാണ് നോട്ടിങ് ചാർജുകൾ കൊടുക്കുന്നതെങ്കിൽ ഡ്രോയീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വേണം എൻട്രി വരാൻ. നെക്സ്റ്റ്, വെൻ ദ ബാങ്ക് പേയ്സ് ഇൻ ദ ഇവന്റ് ഓഫ് സെൻഡിങ് ദ ബിൽ ഫോർ കളക്ഷൻ ടു ദി ബാങ്ക്. അതായത് ബാങ്ക് വഴി ശേഖരിച്ച് വരവ് വയ്ക്കാൻ നൽകിയ ബില്ലിൽ നോട്ടിങ് ചെലവ് ഉണ്ടാവുകയും ബാങ്ക് ആ ചെലവ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഡ്രോയീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി it may be noticed that whosoever pays the noting charges, ultimately these have to be borne by the drawee. നോട്ടിംഗ് ചെലവുകൾ ആര് കൊടുത്താലും ഈ ചെലവുകൾ ഡ്രോയി വഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ജേർണൽ എൻട്രികളിലും ഡ്രോയറുടെ ബുക്കിൽ ഡ്രോയിക്ക് ഡെബിറ്റ് ബാലൻസ് വരുന്നത്. കാരണം ഡ്രോയിയുടെ വീഴ്ച മൂലമാണ് നോട്ടിംഗ് ചെലവുകൾ ഉണ്ടായത്. അപ്പോൾ ഈ ചെലവ് രേഖപ്പെടുത്താനായിട്ട് ഡ്രോയി
തൻ്റെ ബുക്കിൽ ഒരു നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ റെക്കോർഡിംഗ് ദ നോട്ടിംഗ് ചാർജസ് ഇൻ ഹിസ് ബുക്ക് ദ ഡ്രോയി ഓപ്പൺസ് നോട്ടിംഗ് ചാർജ് അക്കൗണ്ട്. അപ്പം ഡ്രോയിയുടെ ബുക്കിൽ ഡ്രോയി എന്താ ചെയ്യുന്നത്? നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഹി ഡെബിറ്റ്സ് ദ നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ്സ് ദ ഡ്രോയേഴ്സ് അക്കൗണ്ട്. അതിൽ ഈ ഡ്രോയി നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. കാരണം ഡ്രോയിയെ സംബന്ധിച്ച് ഈ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒരു ലോസ് ആണ്. അതുകൊണ്ട് നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ക്രെഡിറ്റ്സ് ഡ്രോയേഴ്സ് അക്കൗണ്ട്, ഡ്രോയറിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റും ചെയ്യുന്നു. ഇതാണ് നോട്ടിംഗ് ചാർജുമായിട്ട് റിലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.